സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ HM മുഹമ്മദ് അലി മാസ്റ്ററാണ്. അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് സയ്യിദ് മൊഹീദ്ദീനാണ്. അവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബിഗ് ബോസിലൂടെ മലപ്പുറം ജില്ലയുടെ ആവേശമായി മാറിയ, മഞ്ചേരിയുടെ അഭിമാനവും മുട്ടിപ്പാലത്തിന്റെ സ്വകാര്യ അഹങ്കാരവുമായി മാറിയ നമ്മുടെ പ്രിയ കലാകാരൻ ഷാനവാസിക്കയെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന അബ്ദു മാഷ്, ജലീൽ മാഷ്, ഷബ്ന ടീച്ചർ, ഉബൈദ് ചുങ്കത്ത്, നമ്മുടെ വൈസ് പ്രസിഡന്റ് നൊമാൻ, മുനീർ മാഷ്, ഷുക്കൂർ എന്നിവരെയും ഈ പ്രോഗ്രാം ധന്യമാക്കാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ തയ്യാറാക്കിയ രാജശ്രീ ടീച്ചർ വെള്ളാരങ്ങൽ അംഗനവാടി, ഹസീന ടീച്ചർ ആനക്കയമംഗ പ്രോഗ്രാമുകൾ കാണുവാനും അതിലുപരി നമ്മളുടെ ഏറെ പ്രിയങ്കരനായ ഷാനവാസിക്കയെ അനുമോദിക്കുന്ന ഈ ചടങ്ങുമാണ്. നമ്മുടെ ഈ പരിപാടി പകിട്ടിച്ചതാക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ അംഗനവാടികളിൽ നിന്നും എത്തിയിരിക്കുന്ന പിഞ്ചുമക്കൾ, അവരെ പ്രാപ്തരാക്കിയ അക്ഷര വെളിച്ചമേകിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വിദ്യാലയമാണ് നമ്മുടെ ഈ ഒരു വിദ്യാലയം. ഈ കാലമത്രയും നമ്മുടെ ഉപജില്ലയിലെ ഏറ്റവും മികവുറ്റ വിദ്യാലയങ്ങളിൽ ഒന്നായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും വേണ്ടി മുൻ HM മുഹമ്മദ് അലി മാസ്റ്റർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സയ്യിദ് മൊഹീദ്ദീൻ, ഇന്നത്തെ വിശിഷ്ട അതിഥി ഷാനവാസ്, മുൻ ഇവിടുത്തെ HM സബിന ടീച്ചർ, മുൻ HM ജലീൽ മാസ്റ്റർ, സുകുമാർ മാസ്റ്റർ, CRC ട്രെയിനർ ഗസൽ, ഉബൈദ്, മുനീർ, പിന്നെ മറ്റ് സ്കൂളിലെ സഹാധ്യാപകരെ ഉണ്ട്. ഷാനവാസിൻ്റെ ശിഷ്യനും കൂടിയാണ്. അവന് അന്നേ നല്ല കലാബോധം ഉണ്ടായിരുന്ന ഒരാളാണ്. പല പരിപാടികളും ആസൂത്രണം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കലാകാരനായിരുന്നു. ആ കല ഉയർന്ന് ഉഷാറായി പോയിട്ടുണ്ട്. കാരണം അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുള്ളൂ, പക്ഷെ അത് കൂടുതൽ പറയുന്നില്ല. എങ്കിലും അവൻ്റെ ഈ ഒരു പേര് തന്നെ, ഷാനവാസ് എന്നുള്ള പേര് വരാവുന്നതിൻ്റെ കാരണം അവൻ്റെ ഉമ്മയാണ്. കാരണം അവൻ്റെ ഉമ്മാക്ക് പിന്നെ ഉമ്മാക്ക് പ്രേംനസിനോട് പിന്നെ അഭിനയ രംഗത്ത് വളരെ ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു. സിനിമ എന്നുള്ളത് അതിൽ പ്രേംനസീറിൻ്റെ മകനാണ് ഷാനവാസ്. ആ ഷാനവാസിൻ്റെ പേരാണ് ഷാനവാസിൻ്റെ പേരിടാതിൻ്റെ കാരണം ആ പ്രേംനസീറിൻ്റെ മകൻ്റെ പേര് വന്നതുകൊണ്ടാണ്. അങ്ങനെ ആ ഉമ്മയാണ് പിന്നെ ഷാനവാസിനെ ഈ രംഗത്തേക്ക് ഉയർത്തി കാരണം അവനൊരു സ്ക്രീനിൽ വരണം എന്നുള്ളൊരു ആഗ്രഹം അവൻ്റെ ഉമ്മാക്ക് തന്നെ ഉണ്ടായിരുന്നു. ഉമ്മാനെ എനിക്ക് വളരെ വളരെ ചെറുപ്പത്തിൽ ഉപ്പാനെ അറിയാം. ഉപ്പ പെട്ടെന്ന് മരിച്ചു പോയത് ഇതാക്കുന്നത്. കാരണം അവൻ്റെ ഉമ്മ എന്നും ചെറിയ അങ്ങനെ കാര്യം 1ാം ക്ലാസ്സിലായിരുന്നു പോലും. അപ്പം എനിക്കറിയാം, ഞാൻ അവിടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ജനാലിൻ്റെ കൂടെ വന്ന് അങ്ങനെ ഇരിക്കും. കുറേ സമയം ഇരുന്നിട്ട് ഉമ്മ പോവുള്ളൂ. കാരണം അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഉമ്മാൻ്റെ തന്നെ വളർന്ന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. എനിക്കറിയാം, മുട്ടിപ്പാലത്ത് അങ്ങനത്തെ ഒരു ചെറിയ വീട് എൻ്റെ പിന്നെ മനസ്സിലില്ല. അത്ര ചെറിയ വീട്ടിലായിരുന്നു ഷാനവാസ് ഇവിടെ താമസിച്ചിരുന്നത്. ചോർന്നൊലിക്കുന്ന ചെറിയ ഒരു പുല്ലിട്ട വീട്. ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്ന ഓർമ്മക്ക് വളരെ സങ്കടം തോന്നിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഉയർന്ന് പിന്നെ അതിന് ശേഷം വാപ്പാൻ്റെ മരണം സംഭവിച്ചു. പിന്നെ അങ്ങനെ അവൻ്റെ ഉമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി ഈ രീതിയിലെത്തിയ ഷാനവാസ് ഇങ്ങനെ രീതിയിൽ എത്തിയെന്ന് പറയുമ്പോൾ നമ്മളെ നാടിനെ സംബന്ധിച്ചും നമുക്ക് പ്രത്യേകം അഭിമാനിക്കാനുള്ളത്. ഈ ബിഗ് ബോസ് ഞാനത് കാണണമെന്നില്ല, പക്ഷെ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. കാരണം 16 പിന്നെ നടന്മാരെ റൂമിലിട്ട് എല്ലാം അവരുടെ ഇതൊക്കെ പിന്നെ മനസ്സിലാക്കി അവർ ചെയ്യുന്ന രീതിയിലൊക്കെ കണ്ട സാദരം ക്ഷണിക്കുന്നു.
ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നല്ലൊരു കൈയടിയോടുകൂടെ ഈ സമ്മാനം സ്പോൺസർ ചെയ്തത് നൗഫൽ. അവൻ സ്വന്തം നിർമ്മിച്ച ഒരു സമ്മാനം കൂടെയാണ്, അതിന്റെ വില കൂടെ അതിനുണ്ട്. അടുത്തതായി വരിക റഹ. നുഫ ഷാളണിയിച്ചുകൊണ്ട് ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ഷാളണിയിക്കുന്നതിന് വേണ്ടി PTA പ്രസിഡന്റ് സൈദിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രിയ ഷാനവാസിക്കയെയും സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും നിറഞ്ഞ കയ്യടികളോടെ അടുത്തതായി ഷാനവാസിക്കുള്ള ആദരവ് അർപ്പിക്കുന്നു. നമ്മുടെ മുൻ എച്ച്.എം. മുഹമ്മദ് അലി മാസ്റ്ററാണ്. അവരെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷാനവാസിക്കയെയും സാദരം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു സമ്മാനം കൂടെയുണ്ട്. സമ്മാനം അടുത്തതായി നമ്മുടെ വേദിയെ ധന്യമാക്കിക്കൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയ കലാകാരൻ, നമ്മുടെ മുട്ടിപ്പാലത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഷാനവാസിക്കയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും, ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, ഒക്കെ എന്നെ പഠിപ്പിച്ച മാഷന്മാരാണ്, എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളാണ്. ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഒരാൾ മിസ്സായി കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് ഒരാളും പേരെടുത്ത് പറയുന്നില്ല. പിന്നെ വേദിയിലിരിക്കുന്ന എൻ്റെ കൊച്ചു മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ കുടുംബക്കാരുണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്, എല്ലാവർക്കും ഒരേ സ്വരത്തിൽ നമസ്കാരം. എൻ്റെ ബിഗ് ബോസ് കണ്ടിരുന്ന ആരെങ്കിലും കണ്ടിരുന്ന? അതൊരു അതിജീവനായിരുന്നു, ഭയങ്കരമായൊരു അതിജീവനം. നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഷോ ആയിരുന്നു. ഒരു ആദരവ് വാങ്ങാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിലും വലിയ അവാർഡ് എനിക്ക് എന്ത് കിട്ടാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാരംഗത്ത് എനിക്ക് ഒത്തിരി അവാർഡും അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ നമുക്ക് ഈ മലപ്പുറം ജില്ലക്കാർക്ക് നമുക്ക് ഒരു സ്റ്റുഡിയോയോ ഒരു സിനിമക്കാരോ അല്ലെങ്കിൽ ഒരു സീരിയലുകാരോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലോ ചാനലുകളോ നമുക്ക് ഒരു സിറ്റുവേഷൻസും ഇവിടെ ഇല്ല. നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. നമുക്ക് നമ്മളെ കയ്യുയർത്തി കൊണ്ടുവരാൻ പറയുന്ന തള്ളിത്തരാൻ ഒരാളുമില്ല. നമുക്കുണ്ടായിരുന്ന ആകെ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമാണ്, നമ്മൾ എന്തും ചെയ്യും എന്നുള്ള ധൈര്യം. അത് കിട്ടിയത് എനിക്ക് ഈ ഞങ്ങളെ സ്കൂൾ തലം മുതലുള്ള നമുക്ക് കിട്ടിയിരുന്ന ആകെയുള്ള വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വേദികളാണ്. സ്കൂളുകളിൽ കിട്ടിയ വേദികൾ മാത്രമാണ്. അതിൽ ഒരു ദിവസം സർവൈവ് ചെയ്യാന്ന് പറയുന്നത്, ഒരു ദിവസം അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് വലിയ കഠിനമായ കാര്യമാണ്. അതൊരു ഇന്റർനാഷണൽ ഗെയിമാണ്, ആ ഒരു മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിം അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിൽ 3-ാം സ്ഥാനം എത്തി എന്ന് പറയുന്നതിലും നമുക്ക് അഭിമാനിക്കാം. കാരണം അത് അത്രയും വലിയൊരു കഠിനമായ ഒരു പരീക്ഷണമായിരുന്നു. എന്തായാലും എനിക്ക് അതിനൊക്കെയുള്ള ശക്തി തന്നത് എൻ്റെ കലയാണ്, എൻ്റെ കലാരംഗത്തുള്ള പരിചയമാണ്. ആ പരിചയം എനിക്ക് കിട്ടിയത്
ഈ LP സ്കൂൾ മുട്ടിപ്പാലം LP സ്കൂൾ മുതലാണ്. ഇവിടുന്ന് എനിക്ക് എൻ്റെ മാഷന്മാർ തന്നെ, എൻ്റെ മുഹമ്മദ് മാഷ് മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ഈ ഒരു മൊമെന്റോ വാങ്ങാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഹമ്മദ് മാഷായിരുന്നു. കാരണം ഇന്ന് വരെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ചിരിച്ചു. ഒരുപാട് സോഷ്യൽ മീഡിയകളൊക്കെ ഉണ്ട്, കലാരംഗത്തോട്ട് വരാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. പക്ഷെ ഞാൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെയുള്ള മാർഗങ്ങളൊന്നുമില്ല. എനിക്കുണ്ടായിരുന്ന ആകെയുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല അല്ലെങ്കിൽ എൻ്റെ കലാവാസന പ്രകടിപ്പിക്കാനുണ്ടായിരുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്കൂൾ സ്റ്റേജുകളാണ്, വേദികളാണ്. സ്കൂളിൽ വരാനുള്ള താല്പര്യത്തിനും കലാരംഗത്തും ഒക്കെ ഒരു താല്പര്യം ഈ ഒരു വേദി ഒരുക്കി കൊടുക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിന് എത്ര കൈയടിച്ചാലും ഇവിടുത്തെ PTA-ക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും മതി വരില്ല. എത്ര കൈയടിച്ചാലും അവർക്ക് മതിയാവില്ല. അതുകൊണ്ട് എനിക്കിങ്ങനൊരു അംഗീകാരം, എനിക്കിങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.